വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് പാവപ്പെട്ട ദുരന്തബാധിതരെ വഞ്ചിച്ചെന്ന് INL. ഭൂമി കച്ചവട തട്ടിപ്പിലൂടെ ലീഗിന്റെ തനിനിറം വീണ്ടും തുറന്നുകാട്ടപ്പെട്ടുവെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി വാങ്ങിയ ഭൂമി ഇടപാടിൽ ലീഗ് നേതൃത്വം നടത്തിയ തട്ടിപ്പും ക്രമക്കേടും ഞെട്ടിക്കുന്നതാണ്. പിരിച്ചെടുത്ത 40 കോടിയിൽ നിന്ന് ഭൂമി വാങ്ങാൻ ചെലവിട്ട 12 കോടിയുടെ സിംഹഭാഗവും ഭൂമി കച്ചവടത്തിലെ കമ്മീഷനായി ലീഗ് നേതാക്കളുടെ കീശയിലായെന്ന് INL. മേപ്പാടി പഞ്ചായത്തിൽ സെന്റിന് 23,000 രൂപ മാർക്കറ്റ് വിലയുള്ള ഭൂമിയാണ് 5 ഇരട്ടി നൽകി വാങ്ങിയത്. വയനാട്ടിലെ ലീഗ് നേതാക്കളെ ഒഴിവാക്കി സംസ്ഥാന നേതൃത്വം നേരിട്ടാണ് ഇടപാട് നടത്തിയതെന്ന് INL സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ പറഞ്ഞു. 25 ലക്ഷം രൂപക്ക് കിട്ടുന്ന ഒരേക്കർ സ്ഥലം ഇവർ പോയി 1,20 ലക്ഷം രൂപക്കാണ് വാങ്ങിയിരിക്കുന്നത്. 12 കോടി രൂപ ഇതിൽ ചെലവഴിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഭൂമിയുടെ വില ഒരു 4 കോടിയോളം വരുള്ളൂ. ബാക്കി മുഴുവൻ തന്നെ കമ്മീഷനായിട്ട് പോയിരിക്കുക. ഈ ഭൂമിയൊക്കെ എടുത്തിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പേരില്ല. എല്ലാവർക്കും അറിയാം ഇവിടെ നടക്കുന്നത് പച്ചയായ ബിസിനസ്സാണ്, ദല്ലാൽ പണിയാണ് എന്ന്. വയനാട് ജില്ലയിലെ നേതാക്കന്മാർ അറിയാതെയാണ് ഈ ഇടപാടുകളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. 5 ഭവന നിർമ്മാണം ഏറ്റെടുത്ത INL അടുത്ത മാസം ആദ്യ വീട് കൈമാറും. അമ്പലവയൽ ആടൂരിലെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. നേതൃത്വത്തിന്റെ വാക്ക് വിശ്വസിച്ച് കൽപ്പറ്റയിലെ സർക്കാർ ടൗൺഷിപ്പിൽ നിന്ന് 15 ലക്ഷം സ്വീകരിച്ച് പിന്മാറിയവർ ലീഗ് തട്ടിപ്പിനെതിരെ രംഗത്ത് വരണമെന്നും INL ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കോഴിക്കോട്.